Assalamualaikum warahmatullahi wabarakatuh. Bismillah walhamdulillah wassalatu wassalamu ala ashrafir rusulillah wa ala alihi wa ashabihi al-faizina biridallah. Wa ma tawfiqi illa billah alayhi tawakkaltu wa ilayhi unib. Wa ma tawfiqi illa billah alayhi tawakkaltu wa ilayhi unib. നവൈത്തുൽ ഇഅ്തികാഫ ഫി ഹദൽ മസ്ജിദ് ലില്ലാഹി തആല എന്ന നിയത്തോടെ അല്ലാഹുവിൻ്റെ വിശുദ്ധ ഭവനത്തിൽ വിശുദ്ധമായ മാസത്തിൽ വിശുദ്ധമായ സമയത്ത് ഒത്തുകൂടാൻ ഭാഗ്യം ലഭിച്ച പ്രിയപ്പെട്ട വിശ്വാസികളെ, കാരുണ്യവാനായ റബ്ബ് നമ്മയെല്ലാം അവൻ്റെ നല്ല അടിമകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ജീവിതത്തിൻ്റെ ഇന്നലകളിൽ സംഭവിച്ചു പോയ സകലമാന തെറ്റുകൾക്ക് അല്ലാഹു മാപ്പ് തരട്ടെ. വിശുദ്ധ റമളാൻ ഇതുവരെ ചെയ്ത എല്ലാ സൽക്കർമ്മങ്ങൾ അല്ലാഹു പൂർണ്ണമായി സ്വീകരിക്കട്ടെ. അല്ലാഹുവിൻ്റെ റഹ്മത്തും മഗ്ഫിറത്തും ഇത്ഖും മിനന്നാർ ലഭിക്കുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. ലൈലത്തുൽ ഖദ്ർ കൊണ്ട് അല്ലാഹു നമ്മെ വിജയിപ്പിക്കട്ടെ. ഇനിയും ഒരുപാട് റമളാൻ സ്വാഗതം ചെയ്യാനും ഒരുപാട് നന്മകൾ ചെയ്യാനുള്ള ആരോഗ്യവും ദീർഘായുസ്സും തൗഫീഖും അല്ലാഹു നൽകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ബഹുമാനികളെ, ഏതാനും ചില കാര്യങ്ങൾ സൂചിപ്പിച്ച് നമുക്ക് യാസീൻ ഓതി ദുആ ചെയ്ത് പിരിയാം. അൽഹംദുലില്ലാഹ്, വളരെ സന്തോഷമായ ഒരു സുദിനത്തിലാണ്. എന്നാലോ വിശുദ്ധ റമളാൻ വിട പറയാൻ ഒരുങ്ങുകയാണ്. ഉറപ്പിച്ച് പറഞ്ഞാൽ ഇനി 4 ദിവസമാണ് നമുക്ക് നോമ്പുള്ളത്, അല്ലെങ്കിൽ 5 ദിവസം. ഏതായാലും അള്ളാഹു എല്ലാ അർത്ഥത്തിലും റമളാൻ ഗുണമായി സാക്ഷി നിൽക്കുന്ന ഭാഗ്യവാന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. എന്ന അവസാനത്തെ വെള്ളിയാഴ്ച എന്ന നിലക്ക് ലോകത്തെമ്പാടുമുള്ള പള്ളി മെമ്പറുകളിൽ നിന്ന് വിശുദ്ധ റമളാൻ യാത്രാ മൊഴി നടത്തി സലാം പറയുന്ന ദിവസമാണ്. യഥാർത്ഥത്തിൽ ഈ സലാം പറയൽ റമളാൻ മാസം അവസാനിക്കുന്നു എന്ന ഒരു സൂചന, ഒരു വിളംബരമാണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഹൃദയവേദനയോടെയാണ് ഈ സലാം കേൾക്കുന്നതും പറയുന്നതും. കാരണം സത്യത്തിൽ റമളാൻ എന്ന പുണ്യമാസം പെട്ടെന്ന് നമ്മിൽ നിന്ന് ഒഴിഞ്ഞു പോവുകയാണ്. സൗഭാഗ്യത്തിൻ്റെ പുണ്യനാളുകൾ അവസാനിക്കുകയാണ്. ചിന്തിച്ചാൽ എല്ലാം വളരെ പെട്ടെന്നാണ് സംഭവിച്ചത്. ഇന്നലെ വന്നതുപോലെ റമളാൻ നമ്മിലേക്ക് കടന്നു വന്നു. ഇപ്പോഴിതാ വിടവാകാൻ ഒരുങ്ങുകയാണ്. യഥാർത്ഥത്തിൽ സമയത്തിൻ്റെ ഈ അതിവേഗ സഞ്ചാരം വഴി ഓടി നടത്തുന്നത് നമ്മുടെ ജീവിതമാണ്. നമ്മുടെ ജീവിതം ഓടിത്തീർന്നത് എത്രയാണ് എന്ന് നമുക്കറിയാം. അതിന് നമുക്ക് കണക്കുണ്ട്. പക്ഷേ ഇനി ഓടിത്തീരാൻ എത്ര മിച്ചമുണ്ടെന്നറിയില്ല. അത് റബ്ബിൻ്റെ കയ്യിലാണ്. കഴിഞ്ഞ ബറാഅത്തിന് ശേഷം 15-ാം രാവിൽ നമ്മുടെ എല്ലാ കണക്കുകളും റബ്ബിൻ്റെ മുമ്പിലേക്ക് സമർപ്പിച്ചു. ആരാണ് എത്ര കാലം ജീവിക്കും, എങ്ങനെയാണ് അവൻ്റെ ജീവിതമെന്ന് റബ്ബിൻ്റെ മുമ്പിൽ എല്ലാം തിട്ടപ്പെടുത്തി. അറിയില്ല, നമുക്കറിയില്ല നമ്മുടെ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് ഏത് രീതിയിലൊന്നും. എന്നല്ല വിശുദ്ധ ഖുർആനിൽ അത്ഭുതപ്പെടുത്തുന്ന സൂറത്തുൽ ലുഖ്മാനിന്റെ 34-ാം സൂക്തത്തിൽ 5 കാര്യത്തെക്കുറിച്ച് ഒരാൾക്കും തിട്ടപ്പെടുത്താൻ പറ്റില്ല എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അതായത് ഖിയാമ ദിവസത്തെക്കുറിച്ച് ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ്സഅ എന്നാണ് ഈ ലോകത്തിന് അന്ത്യം സംഭവിക്കുക എന്നൊരാൾക്കും തിട്ടപ്പെടുത്താൻ പറ്റില്ല. അതുപോലെ തന്നെ മഴ, പലപ്പോഴും ശാസ്ത്ര സാങ്കേതികക്കാര് ഇന്ന് മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞാലും ഉറപ്പായ തീരുമാനം റബ്ബിനെ അറിയും. അതുപോലെ തന്നെ ഗർഭാശയത്തിലുള്ള കുട്ടിയുടെ വിവരങ്ങളെക്കുറിച്ച് അള്ളാഹുവിനാണ് അറിയുക. അടുത്ത നിമിഷം ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഞാൻ ഈ സംസാരം പൂർത്തിയാക്കി നിങ്ങളോട് പറഞ്ഞ യാസീനോദി ദുആ ചെയ്യാൻ അവസരമുണ്ടാകുമോ എന്നറിയില്ല. ഇരിക്കുന്ന നിങ്ങൾ ഇവിടെ നിന്ന് എഴുന്നേൽക്കാൻ പറ്റുമോ എന്നറിയില്ല. ഈ അടുത്ത് ഇതുപോലെ ഒരു പള്ളിയിൽ തൃശ്ശൂർ ജില്ലയിൽ ഖത്തീബ് മരണത്തെക്കുറിച്ച് ഇങ്ങനെയുള്ള ചിന്തകളെക്കുറിച്ച് പറയുമ്പോൾ പള്ളിയുടെ കമ്മിറ്റി ഉത്തരവാദിത്തപ്പെട്ടവരാൾ ബാക്കിലായിരുന്നു അദ്ദേഹം ഇരുന്ന് പെട്ടെന്ന് അവിടെ നിന്ന് സ്ട്രോക്ക് വന്നോ അറ്റാക്കായി മരണപ്പെട്ടു പോയി.
അല്ലാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്ത് നൽകട്ടെ. ഇതാണ് ലാ തദ്രി നഫ്സും മാദാ തക്സിബു ഗദ. അടുത്ത നിമിഷം എന്ത് ചെയ്യുമെന്ന് ഒരാൾക്കും തിട്ടപ്പെടുത്താൻ പറ്റില്ല. എവിടെയാണ് നമ്മുടെ മരണം, ഏത് സമയത്ത് എന്നറിയില്ല. വമാ തദ്രി നഫ്സും ബിഅയ്യി അർളിൻ തമൂത്. കൊണ്ടോട്ടിയിൽ ജനിച്ച അല്ലെങ്കിൽ വ്യത്യസ്ത സ്ഥലങ്ങളിൽ ജനിച്ച നമ്മൾ എവിടെയാണ് നമ്മുടെ അന്ത്യമെന്ന് തിട്ടപ്പെടുത്താൻ പറ്റില്ല. അങ്ങനെയാണ് നമ്മുടെ മുമ്പിലുള്ള സാഹചര്യങ്ങൾ. ഞാൻ ഇന്നലെ രാത്രി സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ മണ്ണാർക്കാട് പാലക്കാടിലെ മണലടി ദർസിൽ പഠിക്കുന്ന ഒരു പിഞ്ചു പൈതൽ 12 വയസ്സുള്ള പാവപ്പെട്ട പെരിന്തൽമണ്ണയിൽ ഒരു ക്യാൻറ്റീൻ ജീവനക്കാരായ ഒരു സഹോദരന്റെ പൊന്നുമോൻ നോമ്പോടുകൂടെ 12 വയസ്സുള്ള ഒരു കുഞ്ഞു പൈതൽ അള്ളാഹുവിലേക്ക് യാത്രയായി എന്നല്ല നമ്മൾ ഇന്ന് തന്നെ പത്രം വായിച്ചപ്പോൾ അത്തരത്തിലുള്ള പെടുങ്ങനെയുള്ള അത്ഭുതപ്പെടുത്തുന്ന സങ്കടപ്പെടുത്തുന്ന മരണങ്ങളാണ് കേട്ടത്. അറിയില്ല. അതുകൊണ്ട് മനസ്സറിഞ്ഞ് റബ്ബ് എന്ന ചിന്തയോടെ മാത്രം ഇരിക്കുക, പറയുക, കേൾക്കുക. അല്ലാഹു സ്വീകരിക്കട്ടെ. കാരണം വലിയ സൗഭാഗ്യത്തിന്റെ ഉടമകളാണ് നമ്മൾ. ഈ സൗഭാഗ്യത്തിൽ മനസ്സറിഞ്ഞുകൊണ്ട് അല്ലാഹ് എന്ന ചിന്തയോടെ മനസ്സറിഞ്ഞ റബ്ബിലേക്കൊന്ന് കണക്ഷൻ ചെയ്താൽ നാം രക്ഷപ്പെട്ടു. ഇന്നല്ലെങ്കിൽ ഈ നാളെ ഈ ലോകത്തു നിന്ന് വിട പറയുന്ന സമയത്ത് നമുക്ക് രക്ഷകനായി മനസ്സിൽ തട്ടിയ ഒരു ചിന്ത നമ്മെ രക്ഷപ്പെടുത്താൻ വരും. നിയ്യത്തുൽ മുഅ്മിൻ ഖൈറും മിൻ അമൽ. മനുഷ്യന്റെ മുഅ്മിനായ മനുഷ്യന്റെ ആ മനസ്സിലുള്ള നല്ല ചിന്ത ഒരുപാട് പ്രവർത്തനം ചെയ്യുന്നതിനേക്കാൾ പുണ്യമാണെന്ന് വജൂദ റസൂൽ മുഹമ്മദ് മുസ്തഫ. ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞു വന്നത്, മരണം നമ്മുടെ പിന്നാലെയുണ്ട് എന്നല്ല, നമ്മുടെ കൂടെയുണ്ട്. അവിടെ സമയമോ സാഹചര്യങ്ങളോ സന്ദർഭമോ പ്രശ്നമല്ല. അതുകൊണ്ട് അടുത്ത റമളാൻ ഖുതുബയിൽ പറഞ്ഞു, ഞാൻ സൂചിപ്പിച്ചതുപോലെ റമളാൻ വരുമോ എന്നറിയില്ല. വന്നാൽ തന്നെ നാം ഉണ്ടാകുമോ എന്നറിയില്ല. ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ആരോഗ്യമുണ്ടാകുമോ എന്നറിയില്ല. അങ്ങനെയാണല്ലോ ഈ പള്ളിയിൽ കൃത്യമായിട്ട് തറാവീന് പങ്കെടുക്കുന്ന ഒരാളുടെ ഭാര്യയുടെ ജ്യേഷ്ഠന്റെ ജ്യേഷ്ഠന് വേണ്ടി ഇവിടെ ദുആ ചെയ്യാൻ ഇന്നലെ പറഞ്ഞിരുന്നു. പെട്ടെന്ന് ആക്സിഡന്റിൽ പെട്ടു. 2ാമത്തെ വെള്ളിയാഴ്ച വളരെ സീരിയസിലാണെന്നറിഞ്ഞു. അല്ലാഹു അദ്ദേഹത്തിലേക്ക് പരിപൂർണമായ ആജിലായ ശിഫ നൽകട്ടെ. അതുകൊണ്ട് ഒരു ചിന്തകൾ മാത്രമാണ് ഇന്നത്തെ സംസാരം. പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും, പ്രത്യേകിച്ച് നമ്മുടെ പള്ളി എന്ന് പറഞ്ഞാൽ ഒരു സന്തോഷമുണ്ട്. ഒരു പ്രത്യേകമായ പൈതൃകത്തിന്റെ പള്ളിയാണ്. പലപ്പോഴും ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു കാര്യം ഇവിടെ പറഞ്ഞാൽ ജനങ്ങൾ വളരെ സന്തോഷത്തോടെ സ്വീകരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. എല്ലാവരോടും നിന്നിരിക്കാൻ പറഞ്ഞപ്പോൾ സന്തോഷത്തോടെ ഇരുന്നു. ഇന്ന് രാവിലെ വെള്ളിയാഴ്ച പള്ളിയിൽ വന്നവരോട് ഒരു കാര്യം പറഞ്ഞപ്പോൾ അത് വളരെ സന്തോഷത്തോടെ അവർ ചെയ്തു. ഇന്നലെ രാത്രി വിശുദ്ധമായ വെള്ളിയാഴ്ച അവസാനത്തെ രാവിലെ ആ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അല്ലാഹ് എന്ന ചിന്തയോടെ എല്ലാവരും വന്നിരുന്ന് നിഷ്കളങ്കമായ ഹൃദയത്തോടെ, ഭൗതികമായ താല്പര്യങ്ങളില്ലല്ലോ, എല്ലാ തിരക്കുകൾ മാറ്റി റമളാനാണ് അല്ലാഹു സ്വീകരിച്ചെങ്കിൽ എന്ന നല്ല നിയത്തോടെയാണ് നമ്മളൊക്കെ ഇരിക്കുന്നത്. അല്ലാഹു നമ്മെ സ്വീകരിക്കട്ടെ. ഒരു 5 ചിന്തകളാണ് നിങ്ങളുമായി ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. ഒരിക്കൽ മഹാനായ മുഖറബുൽ അംലാഖ് ജിബ്രീൽ ഈ റമളാൻ നമ്മിൽ നിന്ന് സ്വീകരിക്കണം. കഷ്ടപ്പെട്ട് നമ്മൾ നോറ്റ മുമ്പ് അസഹ്യമായ ചൂട് സഹിച്ച്, ദാഹം സഹിച്ച്, ദീർഘനേരം രാത്രി നിസ്കരിച്ച്, അങ്ങനെ പറ്റാവുന്ന നന്മകളൊക്കെ ചെയ്ത നമ്മൾ ഈ റമളാനോടുകൂടെ അത് നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. ഒരു 5 ചിന്ത നമ്മുടെ മനസ്സിൽ വന്നാൽ ഇൻഷാ അല്ലാഹ് ചെയ്ത അമലുകൾ നമുക്ക് ചിട്ടയോടെ കൊണ്ടുപോകാൻ സാധിക്കും. ഒരുപക്ഷെ ഞാൻ മുമ്പ് ഈ സംഭവം പറഞ്ഞു കാണും, എന്നാലും സാന്ദർഭികമായി ഒന്നുകൂടി സൂചിപ്പിക്കുകയാണ്. ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വല്ലാത്ത സങ്കടത്തോടെ പറഞ്ഞു, ഇന്ന ബൈന യദയിൽ ഖലായികി ഖംസ അഖബാത്. വളരെ ശ്രദ്ധയോടെ കേൾക്കണം. ഒരു സാധാരണ വഅദ് കേൾക്കും പോലെ കേൾക്കരുത്. മനസ്സ് തട്ടിയിട്ട് കേൾക്കുമ്പോൾ ഈമാൻ വന്നാൽ ഇത് കേട്ട ഈ സന്ദർഭം മതി അല്ലാഹുവിന്റെ അടുക്കൽ നമുക്ക് രക്ഷപ്പെടാൻ. അല്ലാഹു രക്ഷപ്പെടുത്തട്ടെ. 5 കടമ്പകൾ വിട്ടുകിടക്കാതെ ഒരാൾക്കും രക്ഷപ്പെടാൻ പറ്റില്ലെന്ന് മുഹമ്മദ് മുസ്തഫ.
5 പ്രധാനപ്പെട്ട കടമ്പ വിട്ടുകിടക്കാതെ റബ്ബിന്റെ മുമ്പിൽ ഒരാൾക്കും മറുപടി പറയാൻ പറ്റില്ല. സദസ്സിൽ നിന്ന് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അത്ഭുതത്തോടെ, സങ്കടത്തോടെ, ആശ്ചര്യത്തോടെ ചോദിച്ചു, മാ ഹദിഹിൽ ലഖബാത്ത്, ഏതാണ് നബി ഒരാൾക്കും വിട്ടുകിടക്കാൻ പറ്റാത്ത കടമ്പകൾ? ഹബീബിന്റെ തിരുചുണ്ടിൽ നിന്ന് നിർഗളിച്ചു, അൽ മൗതു വൽ ഖബ്റു വസ്സുആലു മുൻകരിൻ വനകീർ വൽ മീസാൻ വസ്സിറാത്ത്. ഒന്നാമത്തെ കടമ്പ മരണമാണ്, രണ്ടാമത്തത് ഖബറാണ്, 3 മുൻകർ നകീറിന്റെ ചോദ്യമാണ്, 4 മീസാനാണ്, 5 സിറാത്താണെന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ. ഇത് കേൾക്കേണ്ട താമസം അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ കന്തടത്തിൽ നിന്ന് കണ്ണുനീര് ചാലിട്ടിടുകയാണ്. അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പൊട്ടിക്കരയാണ്. മരണമാകുന്ന കടമ്പ, മുൻകർ നകീറിന്റെ ചോദ്യം, ഖബറാകുന്ന ഇരുട്ടെ കുറിച്ച് റസൂലുള്ളാഹി ഉത്ബോധിപ്പിച്ചപ്പോൾ കരഞ്ഞതാരാ? ഈ ലോകത്ത് അംബിയാ മുർസലീങ്ങൾ കഴിഞ്ഞാൽ ഏറ്റവും ഉത്കൃഷ്ട വ്യക്തിത്വം അത് സിദ്ദീഖാണെന്ന് മുഹമ്മദ് മുസ്തഫ. സ്വർഗത്തിലാണെന്ന് മുഹമ്മദ് മുസ്തഫ. അത്രയും നിഷ്കളങ്കതയുടെ ഈമാനിന്റെ പ്രതീകമാകുന്ന സ്വർഗത്തിൽ കടക്കുമെന്നുറപ്പുള്ള സിദ്ദീഖ് തങ്ങൾ പൊട്ടിക്കറിയാം, മരിക്കുമല്ലോ. ആ മരണം എങ്ങനെ നേരിടാൻ പറ്റും? 6 അടി മണ്ണിൽ എന്നെ കൊണ്ടുപോയി വെച്ചാൽ ആ ഇരുട്ടറയിൽ എങ്ങനെ കിടക്കും? മുൻകർ നകീറിന്റെ ചോദ്യത്തിന് എങ്ങനെ ഉത്തരം പറയും? മീസാനാകുന്ന തുലാസ് ഞാൻ എങ്ങനെ അഭിമുഖീകരിക്കും? അല്ലാഹു നരകത്തിന്റെ മുകളിൽ സംവിധാനിച്ച സിറാത്ത് വാലം എനിക്ക് എങ്ങനെ വിട്ടുകിടക്കാൻ പറ്റുന്നോർത്ത് സിദ്ദീഖ് തങ്ങൾ പൊട്ടിക്കരയാ. സിദ്ദീഖ് തങ്ങളുടെ കരച്ചിൽ കെട്ട് അല്ലാഹുവിന്റെ അർശ് ചലിക്കുകയാ. ആലങ്കാരികമായി പടച്ച തമ്പുരാന്റെ കണ്ണ് നിറയുകയാ. സിദ്ദീഖിന്റെ കരച്ചിൽ കേട്ട് ബഖത്തി സമാവാത്തു വൽ അർള്. ഹദീസിൽ ഇങ്ങനെ കാണാം, ആകാശം കരയുകയാ, ഭൂമി കരയുകയാ. സാന്ത്വനത്തിന്റെ തൂവൽ വർഷം പോലെ മുഖറബുൽ അംലാഖ് ജിബ്രീൽ വന്നുകൊണ്ട് പറയുന്നു, നബിയെ നിങ്ങളുടെ ഉസ്തദോളൻ സിദ്ദീഖിനോട് പറ, സങ്കടപ്പെടേണ്ടതില്ല, ദുഃഖിക്കേണ്ടതില്ല. കുല്ലി അബൂബക്കറിൻ ലികുല്ലി ദാഇൻ. എല്ലാ അറബികൾക്കിടയിൽ സാധാരണ പറയലില്ലേ, ഏത് രോഗമാണെങ്കിലും ഏത് പ്രതിസന്ധിയാണെങ്കിലും അത് മറികടക്കാനുള്ള മരുന്നുണ്ട്. എത്ര തന്നെ വില കടമ്പുകളാണെങ്കിലും അത് വിട്ടുകിടക്കാനുള്ള മാർഗമുണ്ടെന്ന് സിദ്ദീഖ് തങ്ങളോട് പറയൂ നബിയെ. അങ്ങനെ മുത്തുനബി പറയുന്നു, സിദ്ദീഖ് തങ്ങളെ മരണം വിട്ടുകിടക്കാൻ, ഖബറിന്റെ ചോദ്യത്തിലേക്ക്, മുൻകർ നകീറിന്റെ ചോദ്യത്തിലേക്ക്, മീസാൻ സിറാത്ത് ഇതൊക്കെ വിട്ടുകിടക്കാൻ മാർഗമുണ്ടെന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ. ഇന്ന് മുതൽ നമ്മളും ചിന്തിക്കുക, ഞാനും മരിക്കുമല്ലോ, 6 അടി മണ്ണാകുന്ന ഖബറിൽ നിന്ന് താഴ്ത്തുമല്ലോ. മുൻകർ നകീർ എന്നോട് ചോദിക്കുമല്ലോ, ഞാൻ ചെയ്ത നന്മ ഇന്ന് അൽ-കഹ്ഫ് സൂറത്ത് ഓതി കാണും. അൽഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. പടച്ച തമ്പുരാൻ നാം പ്രായപൂർത്തിയാകും ചെയ്തതും പറഞ്ഞതും കേട്ടതും എല്ലാം രേഖപ്പെടുത്തിയിട്ട് നമ്മുടെ കയ്യിൽ തരുമ്പോ, മീസാൻ എന്ന തുലാസിലേക്ക് തൂക്കാൻ പോകുമ്പോ, അമ്മാ മൻ സഖുലത് മവാസീനു فهو في عيشة راضية وأما من خفت موازينه فأمه هاوية وما أدراك ما هي نار حامية. ഒന്ന് ചിന്തിക്കൂ, മരിക്കും, മരണം ഉറപ്പാണ്. എപ്പോൾ അറിയില്ല, എങ്ങനെയെന്നറിയില്ല. ആ മരണം നമുക്ക് സന്തോഷമാകണം, ആ മരണം നമുക്ക് അത്ഭുതമാകണം. അങ്ങനെ ചിന്തിച്ച് നമ്മുടെ ജീവിതം ചിട്ടപ്പെടുത്തിയാൽ സുന്ദരമാക്കാൻ പറ്റും. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമൂ തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫൂ വലാ തഹ്സനൂ വഅബ്ശിറൂ ബിൽ ജന്നത്തിൽ ലത്തീ കുൻതും തുഅദൂൻ നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തി ദുനിയാ വഫിൽ ആഖിറ വലക്കും ഫീഹാ മാ തശ്തഹി അൻഫുസുകും വലക്കും ഫീഹാ മാ തദഊൻ. ഈ പ്രസംഗം കേട്ടിട്ട് ഞാനും നിങ്ങളും നന്നായി ജീവിച്ചാൽ മലക്കുൽ മൗത്ത് അസ്രായിൽ നമ്മ റൂഹിനെ പിടിക്കും മുമ്പേ ആകാശമണ്ഡലങ്ങൾക്കപ്പുറത്ത് നിന്ന് നമ്മെ സമാധാനിക്കാൻ, നമ്മെ സന്തോഷിപ്പിക്കാൻ തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാഹ് ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്
ഒരു വിഭാഗം ആളുകൾ അവർ പറഞ്ഞു അല്ലാഹുവാണ്. പിന്നെ അങ്ങനെ ജീവിതം ചിട്ടപ്പെടുത്തിയാൽ മലക്കുകൾ വന്ന് പറയും അല്ലാ തഖഫു വലാ തഹ്സനു, നിങ്ങൾ എന്തിനാ സങ്കടപ്പെടുന്നത്, നിങ്ങൾ എന്തിനാ ദുഃഖിക്കുന്നത്, വഅബ്ശിറൂ ബിൽ ജന്നത്തിൽ ലത്തി കുൻതും തുഅദൂൻ. മരണം ഇന്നലിൽ മൗത്തി ലസക്റാത്ത്, മരണത്തിന് അസഹ്യമായ വേദനയുണ്ട്. മുഹമ്മദ് മുസ്തഫ ഒന്ന് ശ്രദ്ധിക്കുക. മുക്തി നബി പോലും മരണവേദന അനുഭവിച്ചു എന്നാലോ ഹദീസിൽ കാണാം മരണം മനുഷ്യന്റെ സമ്മാനമാണ്. അൽ മൗതു തുഹ്ഫത്തുൽ മുഅ്മിൻ, മരണം സമ്മാനമാണ്. ഒരു ഹദീസിൽ മരണത്തിന് അസഹ്യമായ വേദനയുണ്ട്. ഇത് രണ്ടും എങ്ങനെയാണ് കമ്പയർ ചെയ്യുക, താരതമ്യം ചെയ്യുക? മരണത്തിന് വേദനയുണ്ട്, എന്നാൽ മരണം സമ്മാനമാണ്. ഒരു പണ്ഡിതൻ ഇങ്ങനെ ചിന്തിച്ചു, ചരിത്രത്തിൽ കാണാം. അങ്ങനെ ചിന്തിച്ച് ഉത്തരം കിട്ടിയില്ല. അസഹ്യമായ വേദനയുണ്ടാകുമ്പോൾ സമ്മാനം സ്വീകരിക്കുമ്പോൾ വേദനയല്ലല്ലോ ഉണ്ടാകുക, സന്തോഷമല്ലേ? അങ്ങനെ ചിന്തിച്ച് കിടന്നു എന്ന ചരിത്രത്തിൽ ഹബീബ് മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറഞ്ഞു അലസ്ത തഖറഉ സൂറത യൂസുഫ്, നീ സൂറത്ത് യൂസുഫ് ഓതിയിട്ടില്ലേ? അയാൾ ഇങ്ങനെ ഓതി. കാരണം ഞാൻ പറഞ്ഞു വരുന്നത് മരണം അത്ഭുത പ്രതിഭാസമാണ്, അസഹ്യമായ വേദനയുണ്ട്. ആ മരണവേദന അറിയാതെ നമുക്ക് മരിക്കാൻ പറ്റണം. ഏതാണ് സൂറത്ത് യൂസുഫിൽ ഇങ്ങനെ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം ഇങ്ങനെ വർണ്ണിച്ച് സലീഹാബിയുമായിട്ട് യൂസുഫിനെ ഒരു കടന്നു പിടിച്ചൊരു സംഭവമുണ്ട് മനോഹരമായിട്ട്. ഇത് കേട്ട സലീഹയാണ്, രാജ്ഞിയാണ്. രാജ്ഞി തന്റെ അടിമയെ ബലാത്സംഗത്തിന് പ്രേരിപ്പിച്ചു എന്ന കിംവദി നാട്ടിൽ വരുന്നു. ഫലമ്മ സമയത്ത് ബിമക്രീന അർസത് ഇലൈന വഅതദ ലഹുന്ന മുത്തഖാൻ വഅതത് കുല്ല വാഹിദത്തുൻ മിൻഹുന്ന സക്കീന എന്ന് ഖുർആൻ പറയുന്നു. ഈ കേട്ടപ്പോ എല്ലാവരും സലീഹബിയെ കളിയാക്കിയപ്പോൾ സലീഹ നാട്ടിലുള്ള പട്ടണത്തിലുള്ള സ്ത്രീകളൊക്കെ വിളിച്ചു ഒരു സൽക്കാരം നടത്തി. ഖുർആൻ പറയാ. എന്നിട്ട് ആ സൽക്കാരത്തിനിടെ ഒരു കത്തിയും ഒരു പഴവും കൊടുത്തു, ആപ്പിളും കൊടുത്തു. എന്നിട്ട് യൂസുഫ് നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു, ഞാൻ പറയുമ്പോൾ അവരുടെ മുമ്പിലൂടെ നടന്നു പോകണം. എന്തിനാണ് സലീഹ യൂസുഫ് നബിയെ ഇങ്ങനെ സ്നേഹിച്ചത്, പ്രേമസല്ലാപം നടത്തിയെന്ന് ബോധ്യപ്പെടുത്താൻ ഒരു തന്ത്രം പ്രയോഗിച്ചു വിശുദ്ധ ഖുർആൻ. അങ്ങനെ അവരൊരിക്കൽ പോകാൻ ആ സമയത്ത് യൂസുഫ് നബി അലൈഹിസ്സലാം ഇവിടെയാണ് എന്റെ വിഷയം. യൂസുഫ് നബി അലൈഹിസ്സലാം സ്ത്രീകൾ ഇങ്ങനെ കയ്യിൽ ആപ്പിളുണ്ട് ഇങ്ങനെ മുറിക്കുന്നു. കൈ മുറിച്ചിട്ടവർ അറിയുന്നില്ല. കാരണം ആ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ സൗന്ദര്യത്തിൽ ലയിച്ച് അവരുടെ ചിന്ത യൂസുഫിന്റെ സൗന്ദര്യമാണ്. പരിസരം മറന്നുപോയി. കൈകൾ മുറിച്ചു. കൈ മുറിയുന്നു, രക്തം വാർന്നൊലിക്കുന്നു, അവരറിയുന്നില്ല. ഇതുപോലെ അസഹ്യമായ വേദന വരുമ്പോ, സഹിക്കാൻ പറ്റാതെ വരുമ്പോ മലക്കുകൾ പറയുന്നു സങ്കടപ്പെടണ്ട, ഇതാ നിങ്ങളുടെ സ്വർഗം, മനോഹരമായ അല്ലാഹുവിന്റെ സ്വർഗം കാണിക്കുമ്പോൾ ആ സ്വർഗത്തിൽ ലയിച്ച് മരണവേദന അറിയാതെ മുഅ്മിൻ സമ്മാനമായി മരണം സ്വീകരിക്കും. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അല്ലാഹു മരണം സന്തോഷത്തോടെ സ്വീകരിക്കാൻ. കാരണം ഒരു വിശ്വാസിയുടെ ജീവിതം അതുമുതലാണ് തുടങ്ങുന്നത്. മരിച്ച മോമിൻ പറയല്ലോ ഖദ്ദിമൂനി, എന്നെ വേഗം കൊണ്ടുപോകണമെന്ന് മയ്യിത്ത് പറയുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. പറഞ്ഞ ഒന്നാമത്തെ കടമ്പ മരണമാണ്. അതിനൊരു റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു മറ്റൊരു കാര്യം കൂടി ഉണ്ട്. മരണം എളുപ്പമാകാൻ കൃത്യമായിട്ട് സമയബന്ധിതമായിട്ട് ഒരാൾ ളുഹുർ നിസ്കരിച്ചാൽ അവന്റെ മരണം എളുപ്പമാകുമെന്നും മുഹമ്മദ് മുസ്തഫ. രണ്ടാമത്തെ കടമ്പ ഖബറാണ്. അല്ലേ? എത്രയോ ഖബർ നമ്മൾ കണ്ടിട്ടുണ്ട്. ഉസ്മാൻ തങ്ങൾ വരെ ഖബർ കണ്ടിട്ട് പൊട്ടിക്കരഞ്ഞു. ഈ മുകളിൽ കറങ്ങുന്ന AC യും ഫാനൊന്നും ഓഫ് ചെയ്താൽ വിശാലമായ ഈ റൂമിൽ നമുക്ക് ഇരിക്കാൻ പറ്റില്ല.
എന്നാൽ ആരാരുമില്ലാത്ത പള്ളിക്കാട്ടിൽ നമ്മെ കൊണ്ടുപോയി വെക്കും. അടുത്ത നിമിഷം എത്ര വലിയ പണക്കാരനായാലും എത്ര വലിയ ആളായാലും അവിടെ നിന്ന് നല്ലൊരു റൂമോ ഖബറിന് കുറച്ച് വീതി കൂട്ടോ ഇല്ല, അങ്ങനെ ചിന്തിക്കില്ല. എല്ലാരും കിടക്കുന്ന 6 അടി മണ്ണിൽ മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും തറതൻ നുഖ്റാ. മണ്ണിൽ നിന്ന് സൃഷ്ടിച്ച മനുഷ്യ, ഇതാ മണ്ണിലേക്ക് തന്നെ നിന്നെ മടക്കി. ഈ മണ്ണിൽ നിന്നാ നിന്നെ സൃഷ്ടിച്ചത്, ഈ മണ്ണിലേക്ക് തന്നെ മടക്കി. ഇത്തഖുൽ അർള ഫഇന്നഹാ ഉമ്മുക. നിങ്ങൾ ഭൂമിയെ സൂക്ഷിക്കണം, അത് നിങ്ങളുടെ മാതാവാണെന്ന് മുഹമ്മദ് മുസ്തഫ. എന്ന് വെച്ചാൽ നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ, നമ്മൾ ദീർഘമായ യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോൾ സന്തോഷത്താൽ നമ്മുടെ ഉമ്മ നമ്മുടെ ഒരു കെട്ടിപ്പിടുത്തമുണ്ട്. അത് സ്നേഹത്തിൻ്റെ കെട്ടിപ്പിടുത്തമാണ്. അല്ലാഹു അങ്ങനെയുള്ളൊരു കെട്ടിപ്പിടുത്തമാകട്ടെ. മയ്യത്ത് വെച്ചാൽ ഭൂമി ഒന്ന് കിടക്കും, വാരിയല്ലുകൾ കോർക്കും വിധമായിരിക്കും കുറ്റവാളിയെങ്കിൽ. അള്ളാഹു സ്നേഹത്തിൻ്റെ ഉമ്മയുടെ കെട്ടിപ്പിടുത്തം പോലെ ഭൂമിയിൽ അള്ളാഹു ആസ്വദിക്കാൻ തൗഫീഖ് തരട്ടെ. ആ ഖബറൊന്ന് ചിന്തിച്ചേ. മൂന്നാമതായി പറഞ്ഞത് മൻ സല്ലൽ അസ്റ ഹാന അലൈഹിൽ ഖബർ. കൃത്യമായിട്ട് അസ്ർ നിസ്കരിച്ചാൽ ഖബർ അവനിക്ക് സന്തോഷമാകും. മൂന്നാമത്തത് മുങ്കർ നക്കീറിന്റെ ചോദ്യമാണ്. നമ്മുടെ കുട്ടികൾ ഇപ്പോൾ ഡിഗ്രി പരീക്ഷ എഴുതുന്നവരുണ്ട്, SSLC കഴിഞ്ഞു, +2 കഴിഞ്ഞു, അവർ ചോദ്യമൊക്കെ പഠിച്ചിട്ടുണ്ട്, ഉത്തരം ചെയ്തിട്ടുണ്ട്. ഇന്നലെ ഒരു കുട്ടി പറഞ്ഞു, ഉസ്താദ് SSLC പരീക്ഷയാണ്, റിസൾട്ട് നല്ല വിജയമാവാൻ ദുആ ചെയ്യണം. എന്നാലും ആശങ്കയിലാണ്, ഉത്തരം ക്ലിയർ ആണോ, എഴുതിയത് ശരിയാണോ, മാർക്ക് കിട്ടുമോ. എന്നാൽ മുഅ്മിനെ, റമളാനിൽ നമ്മളൊന്ന് ചിന്തിക്കാൻ, നമുക്കും ഒരു പരീക്ഷ വരാറുണ്ട്. അതൊക്കെ മുമ്പ് ആരാണ് പരീക്ഷ നടത്തുന്നത്? എന്താണ് പരീക്ഷയുടെ ചോദ്യം? പരീക്ഷ നടത്തുന്ന മുങ്കർ നക്കീർ. പരീക്ഷയുടെ ചോദ്യം ഒന്ന് ചിന്തിച്ചേ. നമുക്കറിയുന്നുണ്ട്, പക്ഷേ ഖബറിന്റെ അകത്തളത്തിൽ വെച്ച് നമ്മെ കൊണ്ടുപോയി വെച്ചാൽ മുങ്കർ നക്കീറിന്റെ ഭീകരത്തെ കുറിച്ച് നല്ല മനുഷ്യരെങ്കിൽ വേറൊരു കോലത്തിലായിരിക്കും വരിക. അല്ലാഹു കാക്കട്ടെ. ചരിത്രത്തിൽ കാണാം, മുങ്കർ നക്കീർ വരും മുമ്പേ മലക്കിലെ ഖബറിലേക്ക് മറ്റൊരു മലക്ക് വരും. ഹബീബ് മുഹമ്മദ് മുസ്തഫ ഖബറിലേക്ക് മുങ്കർ നക്കീർ വരും മുമ്പ് വരുന്ന മലക്കിന്റെ പേര് റൗമാൻ. റൗമാൻ എന്ന മലക്ക് നമ്മ എല്ലാവരും ഖബറിൽ താഴ്ത്തിയിട്ട് പോയാൽ റൗമാൻ വരുമത്രേ. ആ റൗമാൻ നമ്മളോട് പറയും, എടോ, ജീവിതത്തിന്റെ ഇന്നലകൾ ചെയ്തതൊക്കെ രേഖപ്പെടുത്തൂ. അപ്പൊ ഞാനും നിങ്ങളും പറയും, എഴുതാൻ എന്റെ കയ്യിൽ പേനയില്ല, എഴുതാൻ എന്റെ കയ്യിൽ കടലാസില്ല. അപ്പൊ പറയുമത്രേ, കഫനുക ഖിർതാസ് വഇസ്ബഉക ഖലം വരീകുക ഖലം. നമ്മ 3 തുണിയിൽ പൊതിഞ്ഞു പോകുന്ന കഫംപുട ഖബറിന്റെ അകത്തളത്തിൽ കുത്തിരുന്ന് നമ്മുടെ ജീവിതത്തിന്റെ ഇന്നലകളെ എഴുതാനാണ്. കഫനുക ഖിർതാസ്, കഫംപുട നിനക്ക് കടലാസാണ്. വഇസ്ബഉക, അതിന്റെ വിരൽ നിനക്ക് പേനയാണ്, നിന്റെ ഉമനീർ മഷിയായി. അങ്ങനെ എഴുതും. വിശുദ്ധ ഖുർആനിലുണ്ട്, വഅൽസംനാ ത്വാഇറഹു ഫീ ഉനുഖി. മുങ്കർ നക്കീർ വരുമ്പോൾ നമ്മുടെ ഫുൾ ഡീറ്റെയിൽസ് നമ്മുടെ കഴുത്തിൽ തൂക്കിയിട്ട് കാണും. അരംഗം വരുമ്പോൾ നല്ലവനാണെങ്കിൽ നല്ല രീതിയിൽ. ഇപ്പോൾ 2-3 ഘട്ടം അതാണ്. ചിന്തിക്കുക. ഞാൻ നിസ്കരിച്ചിട്ടുണ്ട്, റമളാനിൽ ഹയാത്താക്കിയിട്ടുണ്ട്, ഒരുപാട് നന്മകൾ ചെയ്തിട്ടുണ്ട്. ഇന്ന് എനിക്കറിയാം എൻ്റെ റബ്ബ് അല്ലാഹുവാണ്, എൻ്റെ നബി മുഹമ്മദ് മുസ്തഫ, എൻ്റെ ഇമാം ഖുർആനാണ്, എൻ്റെ കഅബ ഖിബ്ലയാണ്. മുങ്കർ നക്കീർ ചോദിക്കുമ്പോൾ എനിക്ക് ഉത്തരം പറ്റും. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത്, സിദ്ദീഖ് തങ്ങൾ ഇതോർത്ത് കരഞ്ഞെങ്കിൽ. ചരിത്രം വിശാലമാണ്, പറയുമ്പോൾ ഒരുപാട് പറഞ്ഞ് സമയം ദീർഘിക്കുമെന്ന്. ഉസ്മാൻ തങ്ങൾ വരെ പൊട്ടിക്കരഞ്ഞില്ലേ? സയ്യിദുന ഉസ്മാൻ ഖബർ കണ്ടാൽ പിന്നെ ഒലിക്കുന്നതായിരു കണ്ണുകൾ ക്ഷണം തന്നെ. ചോദിച്ചു, എന്താ സയ്യിദി വിറ കൊണ്ട് വിലപിക്കുവാൻ ഇത്രയും ഖബറിന്റെ ഈ ഖബറിനെ കൊണ്ടപ്പോൾ നിങ്ങൾ എന്തിനാ നരകത്തെക്കുറിച്ച്, സിറാത്ത് പാലത്തെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്കറിയില്ലല്ലോ. പറഞ്ഞു, തിരു മുസ്തഫ പറയുന്നതായി ഞാൻ കേട്ടതാ. എൻ്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ, അവ്വലു മൻസിലിൻ മിമ്മൻ അൽ ഖബറു അവ്വലു മൻസിലിൻ മിൻ മനാസിൽ ആഖിറ ഫഇൻ നജാ ഫമാ ബാദു. ഇത് രക്ഷപ്പെട്ടാൽ ബാക്കിയെല്ലാം തുച്ഛമാ, അല്ലാതിരുന്നാൽ വൻ നഷ്ടമാ.
ആദ്യത്തെ ഖബർ. ആ ഖബറിൽ നമ്മൾ രക്ഷപ്പെട്ടാൽ ബാക്കിയെല്ലാം തുച്ഛം. ആരാ കരഞ്ഞ്? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ സ്വർഗത്തിലാണ്. അതോടൊപ്പം തന്നെ അമ്പിയാക്കളിൽ ആദം നബി മുതൽ അവസാനത്തെ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ തങ്ങൾ വരെ ഓരോ നബിമാർക്കും സ്വർഗത്തിൽ ഒരു കൂട്ടുകാരനുണ്ട്. റഫീഖി ഫിൽ ജന്നത്തി ഉസ്മാൻ. ഒന്ന് ആലോചിച്ച് നോക്കി, ആരക്കറിഞ്ഞ്? റസൂലുള്ളാഹിന്റെ സ്വർഗത്തിൽ കൂട്ടുകാരനാകാൻ ഭാഗ്യം ലഭിക്കുന്ന ഉസ്മാൻ തങ്ങൾ ഖബർ കണ്ട് പൊട്ടിക്കരഞ്ഞു. ഒറ്റയ്ക്ക് കിടക്കണ്ടേ? ഇതിൽ രക്ഷപ്പെട്ടാൽ ബാക്കിയെല്ലാം തുച്ഛമാ, അല്ലാതിരുന്നാൽ നഷ്ടമാ എന്ന് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. നമ്മളെ അവസ്ഥ എന്താ? ഖബറിൽ പോകും, അവിടുന്നായിരിക്കും ഫോൺ കോള്, കച്ചവടത്തെ കുറിച്ച് പറയാ. ഒരു കയ്യിൽ മിൻഹാ ഖലഖ്നാക്കും, മറ്റേ കയ്യിൽ ഫോണായിരിക്കും, അല്ലേ? നമുക്ക് അങ്ങനത്തെ ചിന്തയില്ല. എന്ത് ഖബർ, എത്ര മയ്യത്ത് നമ്മൾ താഴ്ത്തി. ഒന്ന് മനസ്സറിഞ്ഞ് ചിന്തിച്ചിട്ടുണ്ടോ? ഞാനും നിങ്ങളും നമ്മുടെ മയ്യത്തും മിൻഹാ ഖലഖ്നാക്കും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റാ. ഈ വിളി നമുക്കും വരില്ലേ? ഒന്നോർത്ത് അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തട്ടെ. ആ മുങ്കറിന്റെ നക്കീറിന്റെ ചോദ്യത്തിലേക്ക് രക്ഷപ്പെടാൻ അസ്ർ നിസ്കാരം മൻ സല്ലൽ മഗ്രിബ ഹന അലൈഹി സുആൽ മുങ്കരിൻ വനക്കീർ. നാലാമത്തെ കടമ്പ മീസാനാണ്. മഹാനായ പ്രവാചകരിൽ ഒരു പ്രവാചകൻ അല്ലാഹുവിനെ ഇബ്രാഹിം നബിയാണ് എൻ്റെ ഓർമ്മ. സക്കരിയ നബി ചോദിച്ചു. അല്ലെ, ചെറിയൊരു വ്യത്യാസം അതിലുണ്ട്. ഏതായാലും ഒരു നബി അള്ളാഹുവിനോട് ചോദിച്ചു, മീസാൻ എന്ന് കാണിച്ചു തരും. അള്ളാഹു കാണിച്ചു കൊടുത്തു. ആകാശഭൂമിയോളം വിസ്തീർണമുണ്ട് മീസാൻ എന്ന തുലാസ്. ആ മീസാൻ എന്ന തുലാസ് ആരുടെയെങ്കിലും മീസാന്റെ തുലാസ് കനം കൂടിയാൽ അവൻ സന്തോഷപരമായ ജീവിതത്തിൽ. അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തട്ടെ. അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തട്ടെ. ആ മീസാൻ എന്ന തുലാസ്, നമ്മളിപ്പോ ഇത് കഴിഞ്ഞ് പിന്നെ എന്തെങ്കിലും സാധനം വാങ്ങാൻ പോകുമ്പോൾ നമ്മൾ തൂക്കുമ്പോൾ നോക്കുമല്ലോ, അല്ലേ? കടക്കാരൻ തൂക്കുമ്പോൾ നോക്കും. അവിടെ ഒരിക്കൽ ഹബീബ് മുഹമ്മദ് മുസ്തഫ ആയിഷ ബീവിയുടെ മടിയിൽ തലവെച്ച് കിടന്നു. ആയിഷ ബി വളരെ ശാന്തമായി റസൂലുള്ളാഹിനെ തലോടുന്നു. അറിയാതെ കണ്ണിൽ നിന്ന് കണ്ണിന് തുള്ളികൾ പൊട്ടിയൊഴുകി റസൂലുള്ളാഹിന്റെ മുഖത്ത് വീണു. നട്ടിയുണർന്ന് ചോദിച്ചു, ആയിഷ എന്തേ കരയുന്നത്? അപ്പൊ പറഞ്ഞു, നബിയേ, ഞാൻ ആഖിറത്തെ കുറിച്ച് ഓർത്തു. എന്തൊരു സൗഭാഗ്യമാണ്, ശറഫാക്കപ്പെട്ട അങ്ങയുടെ ശിരസ്സന്റെ മടിയിൽ തലവെക്കാൻ അവസരം കിട്ടി. നാളെ എന്നെ നിങ്ങൾ ഓർക്കോ നബിയേ? മഹ്ശറിൽ എന്നെ ഓർമ്മ ഉണ്ടാവോ നബിയേ? അപ്പൊ 3 സന്ദർഭം പറഞ്ഞു മുത്ത് മുഹമ്മദ് മുസ്തഫ. 3 സന്ദർഭത്തിൽ ഒരാൾക്കും ഒരാളെ ഓർക്കാൻ പറ്റില്ല. അതിലൊന്നും മീസാനാണ്. മീസാന്റെ തുലാസ് ഇങ്ങനെ അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകുമെന്നോ ഭയത്താൽ ആയിഷ ആ സമയം എനിക്ക് നിന്നെ ഓർമ്മ വരില്ലെന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ. എല്ലാം പഠിച്ചത് മുത്ത് നബിക്കാണ്. സ്വർഗം ഉദ്ഘാടനം ചെയ്ത നബിതങ്ങളാണ്. ആ നബിയാ പറയുന്നത്, മീസാന്റെ മുമ്പിലെത്തുമ്പോ ആ മീസാൻ തുലാസ്, നന്മയുടെ തുലാസ് കനം തൂകുമോ അല്ലെങ്കിൽ മറിഞ്ഞു വീഴുമോ എന്ന ആശങ്കയിൽ ഒരാളും ചിന്തിക്കില്ല. ആ മീസാൻ നമുക്കും അഭിമുഖീകരിക്കേണ്ടതുണ്ട്. മൻ സല്ലൽ ഇശാ ഹാന അലൈഹിൽ മീസാൻ. ദീർഘിപ്പിക്കുന്നില്ല, ഓർക്കണം ഇതൊക്കെ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി വസിനത അർശി വമിദാദ കലിമാതി. ഈ 4 വചനം 3 തവണ സുബ്ഹിന് ശേഷം പറഞ്ഞാൽ മീസാൻ എന്ന തുലാസ്, ഏറ്റവും നന്മയുടെ തുലാസിന് മുൻതൂക്കമുണ്ടാകുമെന്നും മുഹമ്മദ് മുസ്തഫ. അപ്പൊ ഇശാ നിസ്കാരം സമയബന്ധിതമായി നിസ്കരിച്ചാൽ മീസാൻ എന്ന തുലാസ്, അവസാനത്തെ കടമ്പ. ഒന്ന് ചിന്തിക്കണേ, സിറാത്ത് പാലം. ഞാൻ അവസാനിപ്പിക്കുക. സിദ്ദീഖ് തങ്ങളാ കരഞ്ഞു ചോദിച്ചത്. 5 വക്ത് നിസ്കരിച്ചാൽ ഇതൊക്കെ നമുക്ക് എളുപ്പത്തിലാകും. ആ നിസ്കാരം സ്വീകരിച്ചെങ്കിൽ അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തട്ടെ. അവസാനത്തെ രംഗം സിറാത്ത് പാലമാണ്. ഫമൻ സുഅ്സിഅനിൻ നാർ വഉദ്ഖില
ഇലക്ഷൻ വരാനിരിക്കുകയാണ്. തന്റെ പാർട്ടിയെ വിജയിപ്പിക്കാൻ വേണ്ടി മറ്റു പാർട്ടിയെ പരാജയപ്പെടുത്താൻ മുന്നിൽ നിൽക്കുന്ന ഞാനും നിങ്ങളും ശ്രദ്ധിക്കേണ്ടത്, മുഅ്മിനേ, റമളാനിന്റെ അവസാനത്തെ വെള്ളിയാഴ്ച കേൾക്കുന്നവരെ, ഇവിടത്തെ വിജയങ്ങളൊന്നും യഥാർത്ഥ വിജയങ്ങളല്ല. ഇവിടത്തെ പരാജയങ്ങളൊന്നും യഥാർത്ഥ പരാജയമല്ല. യഥാർത്ഥ ഒരു വിശ്വാസിയുടെ തെരഞ്ഞെടുപ്പ് എവിടെന്നറിയോ? പടച്ച തമ്പുരാൻ നരകത്തിന്റെ മുകളിൽ സംവിധാനിച്ച ഒന്ന് പറ, അശ്ഹദു അല്ലാ ഇലാഹ. ഉറക്കുന്ന റെഡിയാക്കി, അശ്ഹദു അല്ലാ ഇലാഹ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. സിറാത്ത് പാലം മനസ്സിൽ നിന്ന് കൊണ്ടുവന്ന് യഥാർത്ഥ വിജയമേതെന്നറിയോ? ആരാണ് നരകത്തിൽ നിന്ന് അകറ്റപ്പെട്ടത്? മുത്തുനബി പറഞ്ഞല്ല, ആയിഷ 3 സന്ദർഭം സിറാത്ത് പാലമാണ്. മുത്ത് മുഹമ്മദ് മുസ്തഫ വിശാലമായ 3000 ദൈർഘ്യമുള്ള വൈദൂരമുള്ള നരകത്തിന്റെ മുകളിൽ പടച്ച തമ്പുരാൻ സംവിധാനിച്ച സിറാത്ത് പാലം. മുത്തുനബി പറയാ, ആ സിറാത്ത് പാലം വിട്ടുകിടക്കുമോ എന്ന ആശങ്കയിലാണ്. ഒരു ചരിത്രം പറയട്ടെ. മഹാനായ സാത്വികനായ അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹു വല്ലാത്ത അക്ഷരാർത്ഥത്തിൽ പടച്ച തമ്പുരാനെ ഉൾക്കൊണ്ട മനുഷ്യനാണ്. ചരിത്രത്തിൽ കാണാം, അയാൾ എവിടെയും ചെന്ന നമ്മൾ ഇഷ്ടപ്പെടുന്ന പണ്ഡിതൻ, ഒരു സയ്യിദ് വന്നാൽ നമ്മൾ അദ്ദേഹത്തെ കാണും, ദുആ ചെയ്യിപ്പിക്കും, അടുത്തിരിക്കും, സന്തോഷം പങ്കിടും എന്നതുപോലെ അബൂ യസീദുൽ ബിസ്താമി ഒരു വഴിയിലൂടെ നടന്നു പോയാൽ എല്ലാവരും ആൾക്കൂട്ടമുണ്ടാകും. എന്നിട്ട് അബൂ യസീദിനെ സ്നേഹിക്കുന്ന കണ്ടവർ പറയുമത്ര, അല്ലാഹ്, ഈ കണ്ണ് അബൂ യസീദിനെ കണ്ട കണ്ണ, ഞങ്ങളെ പാപങ്ങൾ പൊറുക്കണേ. അത്രത്തോളം വലിയ മഹാനാ, സാത്വികനാ. ആ മഹാൻ ഒരു ദിവസം ഒരു വഴിയിലൂടെ കടന്നു പോകുമ്പോ ധിക്കാരത്തോട് ചെറുപ്പക്കാരൻ ചോദിച്ചു. മനോഹരമായ താടിരോമങ്ങൾ തൂങ്ങിക്കിടക്കുന്ന സാത്വികനായ പണ്ഡിതനെ കണ്ടപ്പോ, യാ അബാ യസീദ്, ഓ അബൂ യസീദേ, നിങ്ങളുടെ മുഖത്തിൽ താടിയല്ലിൽ തൂങ്ങിക്കിടക്കുന്ന താടി രോമത്തിരിക്കാണോ മഹത്വം, അതല്ല പട്ടിയുടെ വാലിന്റെ രോമത്തിരിക്കാണോ? കണ്ടാൽ അറുപ്പോടെ വെറുപ്പോടെ കാണുന്ന, ഇന്ന് പട്ടിയൊക്കെ മടിയിലും ചായെടുക്കലും ഗിസയിലൊക്കെയാണ് ഇന്നത്തെ കാലം മുസ്ലിമീങ്ങൾ, അല്ലേ? എന്തൊരു ലോകാണ്. എന്തായാലും ഹറാമാണ്, മോശപ്പെട്ട ജീവിയാണ്, ഐനുൻ നജസാണ്. എല്ലാ മദ്ഹബിലും തൊട്ടാൽ 7 പ്രാവശ്യം കഴുകണം. കോട്ടെ, ഞാനതിലേക്ക് കടക്കുന്നില്ല. അങ്ങനെ പട്ടിയുടെ വാലിന്റെ രോമത്തിനോട് ഉപമപ്പെടുത്തി താടി. ഇത് കേട്ടപ്പോ ദേഷ്യം പിടിച്ചില്ല. അബൂ യസീദ് തങ്ങൾ പൊട്ടിക്കരയാ. ഇതൊന്ന് ശ്രദ്ധിച്ചോ. പട്ടിയുടെ വാലിന്റെ രോമത്തിനിക്കാണോ ശ്രേഷ്ഠമെന്ന് ചോദിച്ചപ്പോ അബൂ യസീദ് തങ്ങൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, മോനെ, ശിറത്തും മിൻ ലിയതി അഫ്ളലു വസന ശഅറത്തും മിൻ ദനബാത്തിൽ ഖൽബി അഫ്ളലു മിൻ ശഅറത്തിൽ അബ്തി. അവിടെ പറയുന്നൊരു വാക്കുണ്ട്, കരഞ്ഞുകൊണ്ട്, പട്ടിയുടെ വാലിന്റെ രോമം എന്റെ താടി രോമത്തിനേക്കാൾ മഹത്വമാണ്. ഇദാ ലം അജ്ദിസ് സിറാത്ത്, വാളിനേക്കാൾ നേർമയുള്ള, മൂർച്ചയുള്ള, മുടിയേക്കാൾ നേർമയുള്ള ആ സിറാത്ത് പാലം വിട്ടുകടക്കാൻ ഈ അബൂ യസീദിനിക്ക് കഴിഞ്ഞില്ലെങ്കിൽ ഈ താടിരോമത്തിനിക്ക് പ്രസക്തമില്ല. ഈ അബൂ യസീദ് അല്ലാഹു സംവിധാനിച്ച നരകത്തിന്റെ മുകളിൽ കത്തിക്കാളുന്ന ആളുകൾ കാലിടറി വീഴുന്ന സിറാത്ത് പാലം വിട്ടുകടക്കാൻ അബൂ യസീദിനിക്ക് സാധിച്ചില്ലെങ്കിൽ എന്നെക്കാൾ ഉത്തമം പട്ടിയുടെ വാലിനിക്കാണെന്ന് തുടർന്ന് പറയുന്നു. വൈൻ ഉജിസ്തു ഫൻസറഫുൽ ആൻ അഖൂൽ ശഅറത്തും മിൻ ലിയതി അഫ്ളലു മിൻ ശഅറാത്തി ദനബാത്തിൽ ഖൽബ്. വൈൻ ഉജിസ്തു, എനിക്കെങ്ങാനും സിറാത്ത് പാലം വിട്ടുകടക്കാൻ പറ്റിയെങ്കിൽ ഫൻസറഫു, ഞാൻ തിരിഞ്ഞു നിന്ന് പറയും, യാ ഫുലാൻ, ഓ മനുഷ്യ, നിന്റെ ചോദ്യം ഇതാണ്. ശഅറത്തും മിൻ ലിയതി, ഈ താടി രോമം നീ പറഞ്ഞ പട്ടിയുടെ രോമത്തിനേക്കാൾ മഹത്വമുണ്ട്. ഇൻ ഉജിസ്തു മൻ വസലത് ഖദമാഹു ഫിൽ ജന്നതി ഫഖദ് ഫാസ്. ആ സിറാത്ത് വിട്ട് കടന്നാൽ അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തട്ടെ. മൻ സല്ല സുബ്ഹ ഹാന അലൈഹി സിറാത്ത്,
സുബ്ഹി ഒരാൾ കൃത്യമായി നിസ്കരിച്ചാൽ സ്വറാത്ത് പാലം എളുപ്പത്തിൽ വിട്ടുകിടക്കാൻ പറ്റുമെന്ന്. 5 നിസ്കാരം കൃത്യമായി നിസ്കരിച്ചാൽ തന്നെ ഈ 5 കടമകളും എളുപ്പത്തിൽ വിട്ടുകിടക്കാൻ പറ്റും എന്ന് സാരം. അള്ളാഹു സ്വീകരിക്കട്ടെ. അള്ളാഹു ഈ വിശുദ്ധ റമളാൻ നമ്മൾ കൃത്യമായി നിസ്കരിക്കുന്നുണ്ട്. റമളാൻ കഴിഞ്ഞാലും ഈ ചിട്ട കൈവിടാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുക എന്നതാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്ത് പിരിയാം. ഇലാ ഹദ്റത്തിൻ നബിയിൽ മുസ്തഫ മുഹമ്മദിൻ الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم.